മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വയനാട് ടൗൺഷിപ്പ് മമ്മൂട്ടി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും വലിയ വിവാദമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളൊരു സത്യം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയാ സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ജനങ്ങൾ കൊടുത്ത പണമാണ്, അല്ലാതെ ഇടത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്ത പണമല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ കേരള സർക്കാർ ഇപ്പോ ആ ടൗൺഷിപ്പിൽ 158 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അതിന് ബോധമുള്ള ആളുകൾക്ക് കൈയടിക്കാൻ സാധിക്കൂല. മമ്മൂട്ടി പറഞ്ഞത് തന്നെയാണ് ശരി. ഇത് ജനങ്ങളുടെ പണ. അദ്ദേഹം എന്തുകൊണ്ടാ ഇത് ജനങ്ങളുടെ പണം എന്ന് എടുത്തു പറയാനുള്ള കാരണം? മലയാളികൾ മാത്രല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിലേക്ക് ജനങ്ങൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പണം എന്ന് പറയുന്നത് 773 കോടി രൂപയാ. 1-2 കോടിയല്ല, 773 കോടി രൂപ. ഇത് പറയുമ്പോഴേക്ക് പറയൂ, കേരള സർക്കാർ ഉള്ളത് കൊണ്ടല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്, അതുകൊണ്ടല്ലേ 178 വീടൊക്കെ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയത് എന്ന്. ഈ കേരള സർക്കാരിന്റെ പകരം ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഈ 773 കോടി കൊടുത്തിരുന്നെങ്കിൽ 773 കൊട്ടാരം അവര് ഉണ്ടാക്കുകയും ചെയ്യും, അതിൽ നിന്ന് അവര് ലാഭം എടുക്കായിരുന്നു. ഇതിപ്പോ എത്ര ചെറിയ വീടാണെന്ന്. 773 കോടി രൂപ കേരള സർക്കാരിന് മലയാളികൾ പിരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് എത്ര ചെറിയ വീടുകളാ. ഒരു വീടിന് 1 കോടി എന്ന കണക്കെടുത്താൽ പോലും എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കാം. ഇത് നമ്മളിതുമായി ബന്ധപ്പെട്ട് എത്ര വീട് തകർന്നു എന്ന് നോക്കിയ സമയത്ത് 300 വീടുകളാണ് തകർന്നത് കാണാൻ സാധിക്കും. ഇനി പോട്ടെ, ഇതാ സമയത്ത് മനോരമയിൽ വന്നിട്ടുള്ള ന്യൂസാ. 400-500 വീട് തകർന്നു എന്ന് കരുതുക. 500 വീടുണ്ടെങ്കിലും ഒരു വീടിന് 1 കോടി ചിലവഴിച്ചിരുന്നെങ്കിൽ എത്ര കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തൂടെ? വലിയ കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തൂടെ? കേരള സർക്കാർ ആ ക്യാഷ് പോലും എന്ത് ചെയ്തു എന്നല്ലേ മലയാളികൾ ചോദിക്കേണ്ടത്? മമ്മൂട്ടി അതാ പറഞ്ഞത്. ഇത് ജനങ്ങളുടെ പണ. ഇതിനൊരു തരത്തിലും കേരള സർക്കാരിന് കൈയടിക്കരുത്. മറിച്ച് കേരള സർക്കാരിനോട് ചോദ്യം ചോദിക്കണം. 773 കോടി രൂപ കിട്ടിയിട്ട് നിങ്ങൾ ഇതാണോ ഉണ്ടാക്കിയത്? നിങ്ങൾ തുക എന്ത് ചെയ്തോ? ഞങ്ങൾ മലയാളികൾ തന്നിട്ടുള്ളത് ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനാ. ഇതാണ് ആർജവത്തോട് കൂടിയിട്ട് കേരള സർക്കാരിനോട് പറയേണ്ടത്. ഇത് കേരള സർക്കാർ എന്ന് മാത്രം പറയാൻ സാധിക്കുമോ? ഇത് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ 260 കോടി രൂപ കൊടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ 260 കോടി രൂപ. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും പറയുന്ന പോലും ഇല്ല. 260 കോടി രൂപ. ഇതൊക്കെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ഇത് പോരോ എന്നല്ല, കിട്ടിയത് എന്ത് ചെയ്യുന്നു? 178 വീടിന് 1 കോടി വെച്ചൊക്കെ അതിനിട്ടാൽ തന്നെ അത് പറയുന്നത് തന്നെ ഒരു ശരിയില്ല. എന്നാലും 178 വീടുണ്ടാക്കിയതിന് 1 കോടി വെച്ചിട്ടാലും 178 കോടിയല്ലേ. ബാക്കി ഉണ്ടാക്കാനുള്ളതിൽ അതേപോലെ ഇട്ടാലും വീണ്ടും തുക ബാക്കിയല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വയനാട്ടിലേക്ക് പറന്നിട്ട് ഇവിടെയുള്ള പോലീസും ഇവിടെയുള്ള സകല കേരള സർക്കാർ സംവിധാനങ്ങളോ നോക്കുകുത്തിയായിട്ട് അട്ടം നോക്കി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ സൈനിക സംവിധാനങ്ങൾ നമ്മുടെ വയനാട്ടിലേക്ക് പറന്നിറങ്ങിയതല്ലേ. അവരല്ലേ പാലം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കേരളത്തിലെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ജോർജ് കുര്യന്റെ നേതൃത്വത്തില്. അദ്ദേഹത്തിന് ഒരു PR വർക്കും സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വന്നു പോയത് പോലും ആരും അറിഞ്ഞിട്ടില്ല. ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇവിടെ സൈനിക സംവിധാനങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വലിയ ഇടപെടല് പോലീസ് സകലരും അട്ടം നോക്കി നിന്നിരുന്നു. ആദ്യഘട്ടത്തില് പറന്നിറങ്ങിയത് ഇന്ത്യൻ സൈന്യ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ. ഇപ്പൊ വീടുണ്ടാക്കുമ്പോ ഒരു പേരുമില്ല. ജനങ്ങളോട് പണം കിട്ടി, അതുമില്ല. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ 260 കോടി എന്നൊക്കെ അതേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് മറ്റൊരു കണക്ക് മുന്നോട്ട് വെച്ചേക്കാം. അമിത്ഷാ പറയുന്നതാ. ഈ പറയുന്ന പിണറായി വിജയനെ പോലും വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിനെതിരെ ഇതുവരെ ഒരു അക്ഷരം
പിണറായി വിജയൻ ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. കാരണം അതൊന്നും ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു. मैं डिजास्टर मैनेजमेंट की ही बात करता हूँ। 2004 से 2014 में लगभग 1342 करोड़ रुपया सेंट्रल गवर्नमेंट ने डिजास्टर मैनेजमेंट के लिए केरल को लिया। मैं फिर से एक बार कहना चाहता हूँ 1342 करोड़, और नरेंद्र मोदी जी ने इस 10 साल में 5100 करोड़ रुपया डिजास्टर मैनेजमेंट के लिए। सवाल, हम जो पैसा भेजेंगे स्टेट गवर्नमेंट के पास आएगा। अगर स्टेट गवर्नमेंट को भेजा हुआ पैसा अपनी कैडर पर बलि चढ़ता है तो जनता के पास वो नहीं पहुंचेगा, डिजास्टर मैनेजमेंट का काम नहीं होगा। और मैं तैयार हूं, राजीव जी को बुला ले, पिनराई विजयन जी, डिजास्टर मैनेजमेंट के हर एस्पेक्ट पर यूपीए सरकार और बीजेपी सरकार ने क्या किया है, इस पर हम ओपन डिस्कशन के लिए तैयार हैं। നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഞാൻ ദുരന്ത നിവാരണത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം. 2004 മുതൽ 2014 വരെ ഏകദേശം 1342 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് നൽകിയത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 1342 കോടി രൂപ. എന്നാൽ നരേന്ദ്രമോദിജി ഈ 10 വർഷം കൊണ്ട് ദുരന്ത നിവാരണത്തിനായി നൽകിയത് 5100 കോടി രൂപയാണ്. വിഷയം അതല്ല. ഞങ്ങൾ അയക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് വരുന്നത്. സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്ന പണം അവരുടെ കേഡറുകൾക്കായി ചെലവഴിച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തില്ല, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുകയുമില്ല. ഞാൻ തയ്യാറാണ് രാജീവ് ജി, പിണറായി വിജയൻ ജിയെ വിളിക്കൂ. ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും UPA സർക്കാരും BJP സർക്കാരും എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. കേരളത്തിലെത്തിയിട്ട് പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പത്ത് നിന്ന് അമിത്ഷാ പിണറായി വിജയനെ വെല്ലുവിളിച്ചതാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. UPA സർക്കാർ വെറും 1342 കോടി രൂപയെ 10 വർഷം കൊണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അത് BJP സർക്കാർ 5100 കോടി രൂപ കൊടുത്തു. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾ കേരള സർക്കാരിന്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അവർ ആ പണം എടുത്തിട്ട് കേഡറുകൾക്ക്, CPMന്റെ കേഡറുകൾക്ക്, CPMന്റെ അടിമകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന രീതിയിലാ അമിത്ഷാ പോലും പ്രഖ്യാപിച്ചത്. അപ്പൊ ജനങ്ങളിൽ നിന്ന് പിരിച്ച 773 കോടി രൂപയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് കേരള സർക്കാർ ടൗൺഷിപ്പിന്റെ പേരിലൊക്കെ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഈ സർക്കാരിനോട് ചോദിക്കേണ്ടത്. മാത്രമല്ല, മറ്റൊന്ന് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചോ, മമ്മൂട്ടി വന്ന് അവിടെയുള്ള ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞ വിഷയത്തില് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തെജാതി രീതിയിലാ മമ്മൂട്ടിക്ക് വേണ്ടിയൊക്കെ വാദിച്ച ആളുകൾ രംഗത്തെത്തുന്നത്. വളരെ ലളിതമായിട്ട് മറ്റൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അദ്ദേഹമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് എങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളം നടക്കും. എന്തേ സുരേഷ് ഗോപി BJP-കാരനായതാണോ പ്രശ്നം? ഞാൻ ചെറിയൊരു ഭാഗം കൊടുക്കാം. മമ്മൂട്ടി ഈ ഒരു വിഷയത്തില് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ ഒരു നിലപാട്. എന്തിനാണ് മമ്മൂട്ടി അവിടെ വന്നത്? മമ്മൂട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? മമ്മൂട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി വന്നാണോ? അല്ല. അദ്ദേഹം എപ്പോഴും ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയും ആരും അറിയാതെ, ഇരുകയും അറിയാതെ മനുഷ്യരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ മമ്മൂട്ടി മാധ്യമങ്ങളൊക്കെ ഒഴിയുന്നത് പുറത്ത് കാത്തു നിന്നതിന് ശേഷം അവിടെ സന്ദർശനം നടത്തുന്നു, അവിടുത്തെ ടൗൺഷിപ്പ് കാണുന്നു, അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്നു, അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുന്നു. ആ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി റഫീഖ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. റഫീഖിന് അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ തന്റെ സന്ദർശനത്തെ പാട്രണൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്, തെറ്റിദ്ധരിക്കും, നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ നടക്കണമെന്നില്ല എന്ന്. മറ്റൊരാളുടെ സഹായമില്ലാതെ മമ്മൂട്ടി. നിങ്ങൾ കേട്ടില്ലേ, സുരേഷ് ഗോപി എവിടെയെങ്കിലും ഒന്ന് പോയാൽ, ഒരു പപ്പടം പൊട്ടിച്ചാൽ അതിന്മേൽ വരെ കടിച്ചു തൂങ്ങുന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഈ വിഷയത്തിൽ ഏത് രീതിയിലായെന്നുള്ളതും ഒരു മലയാളിയും മറക്കരുത്. സുരേഷ് ഗോപി BJP-കാരനായതാണ് ഇവർക്കൊക്കെ വലിയ പ്രശ്നം. സുരേഷ് ഗോപിയുടെ നന്മ ഒരാൾ പോലും കാണൂല. സുരേഷ് ഗോപി അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, മുന്നോട്ട് പോയാൽ പ്രശ്നം, ഫുള്ള് പ്രശ്നം. അതേസമയം ബാക്കിയുള്ളവരോട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നോ കേരളത്തിലെ ബോധമുള്ള, വിവേകമുള്ള ഒരു മലയാളിയും ഒരിക്കലും മറക്കരുത്. സുരേഷ് ഗോപിയൊക്കെ എത്രത്തോളം നന്മ ചെയ്തു എന്നുള്ളതൊക്കെ മലയാളികൾക്കറിയാം. പക്ഷെ സുരേഷ് ഗോപിയൊക്കെ മനഃപൂർവ്വമാണ് കേരളത്തിലെ മാപ്രകൾ വേട്ടയാടുന്നത് എന്നുള്ളതൊക്കെ ഇത്തരം വിഷയങ്ങളില് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ നിലപാടൊക്കെ വെച്ച് സകല ബോധമുള്ള ആളുകളും അങ്ങ് തിരിച്ചറിയുക, സകല മലയാളികളും തിരിച്ചറിയുക.
ഈ ടൗൺഷിപ്പ് ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഗിമ്മിക്കാണ് കേരള സർക്കാർ നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.